വഖഫ് ഭേദഗതി ബില്ല് അല്ലെങ്കിൽ നിയമം വന്നതിന് ശേഷം രാജ്യത്താകെ പ്രതിഷേധം അരങ്ങേറുകയാണ്. അതിലേറ്റവും രൂക്ഷമായ പ്രതിഷേധം നടക്കുന്നത് ബംഗാളിലാണ്. അതിനെ നേരിടാൻ കേന്ദ്രസേന ഇറങ്ങുകയുണ്ടായി. 150-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ബംഗാളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം പ്രത്യേകിച്ച് മുർഷിദാബാദ് ഭാഗത്തൊക്കെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒന്നുകൂടി കത്തിക്കുക, ആളിക്കത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കാം ഒരുപക്ഷെ ഇന്ന് പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗമുണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് വഖഫ് ബോർഡ് കൊണ്ട് ഇവിടെ ഭൂമാഫിയക്ക് മാത്രമാണ് പ്രയോജനം ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്, മുസ്ലിം ജനവിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ നേരത്തെ മുത്തലാഖ് നിരോധന നിയമം വന്നു. അപ്പോഴൊന്നും ഇല്ലാത്ത തരത്തിലുള്ള പ്രതിഷേധം ഈ വഖഫ് നിയമ ഭേദഗതിയിൽ വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്? വഖഫ് ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഒരു എന്താണ് പറയുക, ഒരു ലെജിസ്ലേറ്റീവ് കർസേവയാണ് എന്നാണ് ചില മുസ്ലിം സംഘടനകൾ ആരോപിക്കുന്നത്. അതായത് ബാബരി മസ്ജിദ് തകർത്ത സംഭവത്തെയാണല്ലോ കർസേവ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് മുസ്ലിം വഖഫ് എന്ന് പറയുന്നത് മുസ്ലിം പള്ളികൾ പിടിച്ചെടുക്കാനുള്ള, പ്രത്യേകിച്ചും പൗരാണികമായ പള്ളികൾ പിടിച്ചെടുക്കാനുള്ള BJP സർക്കാരിൻ്റെ ശ്രമമായിട്ടാണ് അവരതിനെ വ്യാഖ്യാനിക്കുന്നത്. പ്രത്യക്ഷത്തിൽ തന്നെ ഭരണഘടനാ വിരുദ്ധം എന്ന് കാണാവുന്ന ഒരുപാട് വകുപ്പുകളുള്ള ഒരു നിയമ ഭേദഗതിയാണത്. അത് നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അത് ഇപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയ പിറ്റേ ദിവസം തന്നെ സുപ്രീം കോടതിയിൽ ഏതാണ്ട് 20ഓളം ഹർജികളാണ് വന്നത്. ഇപ്പോൾ 20ഓളം ഹർജികൾ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഇത്തരമൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു നിയമനിർമ്മാണത്തിനെതിരെ പ്രതിഷേധമുയരുക സ്വാഭാവികമാണ്. പക്ഷേ ആ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അത് എത്രമാത്രം ജനാധിപത്യപരമാണ്, എത്രമാത്രം ശാന്തമായാണ് ആ പ്രൊട്ടസ്റ്റ് നടക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ സമകാലിക ഇന്ത്യയിൽ വളരെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ് ഈ പറയുന്ന പ്രൊട്ടസ്റ്റ് ഉണ്ടാവുകയും ആ പ്രൊട്ടസ്റ്റ് വയലൻ്റ് ആവുകയും ബംഗാളിൽ ചെയ്തത്. അപ്പോൾ ആ 2 ദിവസത്തെ വയലൻസ് 3 പേരാണ് കൊല്ലപ്പെട്ടത്. ഒരു ചെറുപ്പക്കാരൻ, പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ വെടിയേറ്റ് മരിച്ചു. ആരാണ്, പോലീസാണോ വെടിവെച്ചത് അല്ലെങ്കിൽ മറ്റോ ആരെങ്കിലും ആണോ എന്ന് അറിയില്ല. ഈ പ്രൊട്ടസ്റ്റേഴ്സ് പോലീസുമായിട്ട് ഏറ്റുമുട്ടലുണ്ടായി. ആ ഏറ്റുമുട്ടലുണ്ടായ ദിവസം ഒരു അച്ഛനും മകനും കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതാണ് അവിടെ ഉണ്ടായ കാഷ്വാലിറ്റി. പിന്നീട് കടകളും വീടുകളും ആക്രമിക്കപ്പെട്ടു, പോലീസ് വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ടു. സാധാരണ രീതിയിൽ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന ഒരു റയറ്റിൻ്റെ ടിപ്പിക്കലായിട്ടുള്ളൊരു സീനാണ് നമ്മളവിടെ കാണുന്നത്. നമ്മൾ പിന്നെ കാണുന്നത് ഈ മുർഷിദാബാദ് ജില്ലയിൽ നിന്ന് ധാരാളമായ ആളുകൾ, പ്രത്യേകിച്ചും ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ 100 കണക്കിന് പേർ ഈ മാൽഡ ജില്ലയിലേക്ക് ഓടിപ്പോവുകയാണ്, രക്ഷ തേടി. ഈ കലാപം ഭയന്ന് ഓടിപ്പോകുന്നൊരു കാഴ്ചയും കാണുന്നു. അവരവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിക്കുന്നു. BJP നേതാക്കൾ വ്യാപകമായി ഇതിനെക്കുറിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ. പക്ഷേ ആ ചിത്രങ്ങൾ പിന്നീട് ഡീബങ്ക് ചെയ്യപ്പെടുന്നുണ്ട്. ആ ചിത്രങ്ങളൊക്കെ വേറെ എവിടെയോ നടന്ന കലാപങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ നടന്നതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയമായ ലക്ഷ്യം BJPക്ക് അവിടെയുണ്ട്. അവിടെ എന്തോ വലിയ പ്രശ്നം നടക്കുകയാണെന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ അവരത് ഫ്യൂവൽ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഒരു ലീഗൽ ഫൈറ്റ് മുസ്ലിം സംഘടനകളും അല്ലാത്തവരും കൂടി ചേർന്ന് സുപ്രീം കോടതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോസിനെ പിന്തുണയ്ക്കാത്ത NDAയിൽ ഘടകകക്ഷിയായ ഒരു പാർട്ടി പോലും, NPP എന്ന പാർട്ടി മണിപ്പൂരിൽ നിന്ന് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന് പറയുന്നൊരു കാര്യം, അത് ഗോത്ര ജനതയുടെ മതപരമായ അവകാശങ്ങളെ ധ്വംസിക്കുന്നു എന്നുള്ളതാണ്. അത് ശരിയുമാണ്. ഇന്നും ഗോത്ര ജനതയെ പറ്റിയാണെന്ന് പ്രധാനമന്ത്രി പറയുന്നത്. എന്താണ്, വഖഫ് ബോർഡുകൾ ഗോത്രഭൂമി കയ്യേറാതിരിക്കാൻ വേണ്ടിയാണ് അത് കൊണ്ടുവന്നതാണ്. അതിനെ ഡിസ്റ്റോർട്ട് ചെയ്താണ് അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പുതിയ വഖഫ് ഭേദഗതി നിയമം ഗോത്രവർഗ്ഗക്കാരായ ആളുകൾക്ക് വഖഫ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എസ്പെഷ്യലി ഇപ്പോൾ കശ്മീരിലെയും ലക്ഷദ്വീപിലെയും മുസ്ലിങ്ങൾ, കശ്മീരിലെ ഒരു വിഭാഗം മുസ്ലിങ്ങളും ലക്ഷദ്വീപിലെ 100% ആളുകളും ഗോത്ര ജനതയാണ്. അവർക്ക് വഖഫ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഇത്തരം വ്യത്യസ്ത കൂട്ടായ്മകൾ, വ്യത്യസ്ത ആളുകൾ ഈ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കെ സംഘപരിവാറിനും BJPക്കും RSSനും ഗുണകരമായേക്കാവുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കാനെങ്കിലും ഈ വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ ഇരകൾ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഞാൻ ഏത് ഇൻസിഡൻറ്റിനെയും മനസ്സിലാക്കുന്നത്, ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ആരാണെന്ന് നമുക്ക് എളുപ്പം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ മുർഷിദാബാദിൽ നടക്കുന്ന വയലൻസോടുകൂടിയുള്ള പ്രൊട്ടസ്റ്റ്, അത് എല്ലാ അർത്ഥത്തിലും RSSനെയും BJPയും ആണ് അവിടെ സഹായിക്കുക എന്ന് ആ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവർ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് അതിൻ്റെ തിക്തഫലങ്ങൾ അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. ഈ സമയത്ത്, ഈ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയമായ പ്രതിഷേധമാണോ നടത്തേണ്ടത്, അതിലൊരു ലീഗൽ ഫൈറ്റാണോ നടത്തേണ്ടത് എന്നുള്ളത് അത് ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സമരം ചെയ്യരുതെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്യണമെന്നോ നമുക്ക് ഒരാളെയും ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബുദ്ധിപരവും പക്വവുമായി
ഈ സിറ്റുവേഷൻ നേരിടേണ്ടത് സമകാലിക ഇന്ത്യയിൽ വളരെ അനിവാര്യമാണ്. കാരണം ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്ന് അത് തീയാക്കി ആളി കത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇന്ത്യയിലുണ്ട് എന്ന് ഈ വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ ഇരകൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. നമുക്കറിയാം, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ സമയത്തൊക്കെ വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ നാട്ടിൽ നടന്നിട്ടുണ്ട്. അതുപോലെ ഇതുപോലുള്ള വലിയ ജനവിഭാഗത്തെ ഒന്നാകെ ബാധിക്കുന്ന വിഷയത്തിൽ പ്രക്ഷോഭങ്ങൾ സ്വാഭാവികമല്ലേ? പ്രക്ഷോഭങ്ങൾ തടുത്തു നിർത്തുക എന്നത് എന്തുമാത്രം സാധ്യമാണെന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം മാത്രമോ പ്രത്യേക സംഘടനകളോ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളോ മാത്രമായി നടത്തുന്ന സമരമാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അതിൽ നിന്ന് പിൻവാങ്ങാൻ ആലോചിക്കാം. പക്ഷേ ഇത് രാജ്യത്താകമാനം വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ നിയമ ഭേദഗതി അങ്ങേയറ്റം പ്രൊവോക്കിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്. ഒരു പള്ളിയോ പള്ളിയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമോ സർക്കാരിൻ്റേതാണ്, ഇത് പള്ളിയുടേതല്ല എന്ന് ആർക്കും അവകാശവാദം ഉന്നയിക്കാം. അങ്ങനെ ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ കളക്ടർ തീരുമാനം എടുക്കുന്നത് വരെ അത് ആരുടേതുമല്ല, പള്ളിക്ക് പോലും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ അത്രയും ഗുരുതര സ്വഭാവമുള്ള ഏത് സ്വത്തും ഫ്രീസ് ചെയ്യാൻ കഴിയുന്ന ഏത് സ്വത്തിനെയും, നിയമപരമായി എല്ലാ രേഖയുള്ളതായിരിക്കും തന്നെ, ഏത് സ്വത്തിനെയും എത്ര കാലത്തേക്ക് വേണമെങ്കിലും, ഇപ്പോൾ ഒരു പള്ളി അല്ലെങ്കിൽ ആ പള്ളിയുടെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വഖഫല്ല സർക്കാരിൻ്റെതാണ് എന്നൊരാൾ ആക്ഷേപം ഉന്നയിച്ചാൽ അതിൽ കളക്ടർക്ക് ആവശ്യമായ സമയമെടുത്ത് തീർപ്പുണ്ടാക്കാം. അതുവരെ എന്തായിരിക്കും? ഫ്രീസായിരിക്കും, ആർക്കും ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സ്വഭാവത്തിലൊരു നിയമമാണ് സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പലതരത്തും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിഷേധങ്ങൾ അക്രമത്തിലേക്ക് പോകുന്നെങ്കിൽ നമുക്ക് ഒരു നിലയ്ക്കും അതിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല. ആ അക്രമങ്ങളെ ശരിയാവണ്ണം കൈകാര്യം ചെയ്യാത്ത ഭരണകൂടങ്ങളുണ്ടെങ്കിൽ ആ ഭരണകൂടങ്ങളുടെ വീഴ്ച, പ്രത്യേകിച്ച് പശ്ചിമബംഗാളിലെ ഭരണകൂടം ആദ്യഘട്ടത്തിൽ തന്നെ ആ സമരത്തിൽ സംഘർഷാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും പരിഹരിക്കുന്നതിലും പരാജയപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു പറയുകയും ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അക്രമാസക്തമായ പ്രകോപന സ്വഭാവമുള്ള പ്രതികരണങ്ങൾ ഒരു നിലയ്ക്കും പിന്തുണയ്ക്കാൻ കഴിയില്ല, ഇവിടെ സവിശേഷമായും കഴിയില്ല. കാരണം നോക്കൂ, BJP അതിനെ പരമാവധി സാധ്യതയിൽ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അവരെന്ത് ചെയ്യാണ്? അവിടെ സംഘർഷം ഉണ്ടാകുന്നുണ്ട്, ആളുകൾക്ക് പരിക്കേൽക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അതിൻ്റെ കൂടെ വ്യാജമായ വിവരങ്ങൾ കൂടി കുത്തിച്ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ ആളുകൾ പലായനം ചെയ്യപ്പെടുന്നു, വലിയ തോതിൽ ആളുകൾ കൊല്ലപ്പെടുന്നു, വലിയ തോതിൽ ഹിന്ദു വീടുകൾ അഗ്നിക്കിരയാക്കുന്ന വ്യാജ വിവരങ്ങൾ, പശ്ചിമബംഗാളിൽ അല്ലാത്തതുമായിട്ടുള്ള ദൃശ്യങ്ങളും ഫോട്ടോഗ്രാഫുകളും പ്രചരിപ്പിച്ചുകൊണ്ട് എവിടെയാണോ ഇപ്പോൾ ഇഷ്യൂ ഉള്ളത് അതിന് പുറത്തേക്ക് കൂടി ഇഷ്യൂവിനെ പ്രസരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. നമുക്കറിയാമല്ലോ, ഗോദരയിലെ സംഭവം ഉണ്ടായതിനു ശേഷം 150 കിലോമീറ്റർ അപ്പുറത്തുള്ള അഹമ്മദാബാദിലാണ് തീ കത്തിയത് ഏറ്റവും കൂടുതൽ. അപ്പോൾ എങ്ങനെ ബംഗാളിൽ എല്ലായിടത്തും ബാധിക്കുന്ന ഒരു പ്രശ്നമാക്കി അതിനെ മാറ്റാം? കാരണം 2026 തെരഞ്ഞെടുപ്പ് അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. വ്യാജ വിവരങ്ങൾ, പാതിദുരന്ത വിവരങ്ങൾ, ഒപ്പം പ്രകോപനപരമായ സ്വഭാവത്തിലുള്ള ആഹ്വാനങ്ങൾ, ഇവയെല്ലാം വെച്ചുകൊണ്ട് പരമാവധി ഒരു വിഭജനത്തിൻ്റെ മുറിവ് സൃഷ്ടിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് എന്നതുകൂടി പ്രതിഷേധക്കാരായ ആളുകൾ കാണുകയും പ്രതിഷേധത്തിൽ നിന്ന് ഈ ഘട്ടത്തിൽ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നിയമപരമായ സാധ്യതയുടെ ഘട്ടത്തിൽ അതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുന്നില്ല. ആ സ്ട്രാറ്റജി ഇപ്പോൾ എടുക്കേണ്ടതാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നു. അദ്ദേഹം ഇന്ന് സംസാരിക്കുമ്പോൾ രാജ്യത്ത് പലയിടത്തായിട്ട് തൻ്റെ സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമത്തിൻ്റെ പേരിൽ വലിയ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. പ്രൊട്ടസ്റ്റ് പലയിടത്തും വയലൻസായി മാറിയിട്ടുണ്ട്. ആ വയലൻസ് അവസാനിപ്പിക്കാൻ ഒരു രാഷ്ട്ര നായകൻ നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ഉന്നത സ്വഭാവത്തിലുള്ള എന്തെങ്കിലും അപ്പീലുണ്ടാവണ്ടേ? സമാധാനിപ്പിക്കാനുള്ള ശ്രമിക്കുന്നത്. രാജ്യം 140 കോടി മനുഷ്യരുള്ള, പലതരം മനുഷ്യരുള്ള, പല സ്വഭാവത്തിലുള്ള മനുഷ്യരുള്ള, പല ഉപദേശീയതകളുള്ള, പല മതങ്ങളും ജാതികളുള്ള നാടാണ്. അവിടെ പല നിയമങ്ങളെ ചൊല്ലി പലതരത്തിലുള്ള സ്വഭാവത്തിലുള്ള പ്രതികരണം ഉണ്ടാവും. അപ്പോൾ അതിനെ തണുപ്പിക്കാനും വിശ്വാസത്തിലെടുക്കാനുമുള്ള ശ്രമം അദ്ദേഹം പലപ്പോഴും നടത്തുന്നില്ല. കലാപം കണ്ടു നിൽക്കലാണല്ലോ അദ്ദേഹത്തിൻ്റെ പണി. ഗുജറാത്തിലായാലും മണിപ്പൂരിലായാലും. ഇപ്പോൾ മണിപ്പൂരിൽ ഇതുവരെ അദ്ദേഹം പോയിട്ട് പോലുമില്ല. അപ്പോൾ ഒരു രാഷ്ട്രനായകൻ, ഒരു പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് തൻ്റെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, മനുഷ്യർക്കിടയിൽ ഭിന്നത ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ അദ്ദേഹം മണിപ്പൂരിലും ശ്രമിച്ചിട്ടില്ല, അദ്ദേഹം ഇവിടെയും ശ്രമിക്കുന്നില്ല. ഇവിടെ അദ്ദേഹം എന്ത് ചെയ്യണമെന്നിട്ട്? ഇവർ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന നയങ്ങൾ കൊണ്ടുവന്നു. നമ്മളത് തിരുത്താൻ പോവുകയാണ്. ഭൂമാഫിയായിരുന്നു വഖഫ് ബോർഡ്, നമ്മളതിനെ അവസാനിപ്പിക്കുകയാണ്. എന്തും കൊള്ളയടിക്കാമെന്ന് പറഞ്ഞാൽ ആ വ്യാമോഹം അവസാനിക്കുകയാണെന്ന് പറഞ്ഞ് അതിലേക്ക് പരമാവധി. അപ്പോൾ എന്താണ് ആളുകൾ കാണേണ്ടതാണ്? ഭൂമാഫിയയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ സ്വത്തടിച്ചെടുക്കാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയുള്ള സമരവും അക്രമവും നടക്കുകയാണെന്ന് നിലയ്ക്കല്ലേ കാണേണ്ടത്. അല്ലാതെ ഈ താൻ കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിൻ്റെ ഓരോ വശവും എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുക, ഓരോ വശവും ഇപ്പോൾ ഒരു കുറേ വീടുകൾ കയറാൻ തീരുമാനിച്ചിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടേത് നിയമം ഭരണഘടനാപരമായിരിക്കുന്നത് എന്ന് വിശദീകരിക്കാൻ BJPക്കും പറ്റുന്നില്ല, മോദിക്കും പറ്റുന്നില്ല. പകരം ഇങ്ങനെ റെട്ടറിക്കാണ്. ഞാൻ ജയിച്ചില്ലെങ്കിൽ അപ്പുറത്ത് നിന്ന് വന്ന നുഴഞ്ഞുകയറ്റക്കാരായ ആളുകൾ നിങ്ങളുടെ താലിമാല കൊണ്ടുപോകും പോലെയുള്ള വ്യാജങ്ങൾ ചേർത്തുകൊണ്ടുള്ള സംഗതികൾ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. നമ്മുടെ ഗതികേടാണത്. ഒരു പ്രധാനമന്ത്രി ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അവസാനിപ്പിക്കാനുള്ള ശ്രമിക്കുന്നത് എന്നത്. എന്നാലും ഈ സംഘർഷങ്ങൾ ഗുണമല്ല ഉണ്ടാക്കുക, അതിൽ ആനന്ദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. സംഘർഷം വലുതാവട്ടെ, നിൽക്കാതിരിക്കട്ടെ, അഗ്നി പടരട്ടെ, 2024 തെരഞ്ഞെടുപ്പ് വരെ അത് വ്യാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ ലക്ഷ്യത്തെ കാണാനുള്ള ബാധ്യത ഈ സമരത്തെ കൂടുതൽ തീച്ചൂടുള്ളതാക്കി മാറ്റുന്ന ആൾക്കാർ ആലോചിക്കേണ്ടതാണ്, കാണേണ്ടതാണ്.
യെസ്